അങ്ങോട്ട് പോയി കറണ്ട് ഇല്ല ഗൈസ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വ്ളോഗായിട്ട് ചെയ്യണത്, അതൊരു ഫാമിലി വ്ളോഗായിട്ട് ചെയ്യണത്. അപ്പം ജിത്തു അമ്മും വന്നത് പ്രമാണിച്ചിട്ട് നമ്മളൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിരപ്പള്ളിയിൽ. അപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിൽ പോവുകയാണ് കേട്ടോ. ബ്യൂട്ടി കുത്തിയുണ്ടോ നീ ഇവിടെ? അമ്മ ഇങ്ങോട്ടൊക്കെ സെലിബ്രിറ്റി അമ്മു, സെലിബ്രിറ്റിയുടെ ഭർത്താവ് ജിത്തു. ഇത് വേറെ സെലിബ്രിറ്റിയുടെ ഭർത്താവ്. അമ്മയും കിച്ചു ഹായ് പറയും. ഹായ്. നമ്മൾ അതിരപ്പള്ളിയിൽ ഒരു പൂൾ വില്ലയിലായിരുന്നു സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചക്കന്ത്രാസ് പൂൾ വില്ല എന്ന് പറഞ്ഞിട്ട്. നമ്മളെപ്പോഴും ഒരു പൂളുള്ള സ്ഥലമാണ് നോക്കാറ്, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പൂളിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഡയറക്റ്റ് മരക്കപ്പാറ വാൽപ്പാറ പോയിട്ട് തിരിച്ചു വരാം എന്നൊരു പ്ലാനായിരുന്നു. പക്ഷേ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴത്തേനും ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്തു, കടത്തി വിടില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ വാഴച്ചാൽ വരെ പോയി ജസ്റ്റ് അവിടെയൊക്കെ കണ്ടിട്ട് വരികയാണ് ചെയ്തത് കേട്ടോ. നമ്മൾ വില്ലയിൽ പോയിട്ടുണ്ടായിരുന്നു, ലഗേജസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരുപാട് വില്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്രൈവറ്റ് പൂളുള്ള വില്ല എടുക്കാമെന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ആകെ 2 റൂമുള്ളൂ, നമ്മൾ 5 ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ 5 റൂമുള്ള ഒരു വില്ലയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടെ നമ്മൾ പിന്നെ പൂളിലേക്ക് പോകാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വാഴച്ചാലിൽ പോയി അവിടെ പിള്ളേരെ പാർക്കിലൊക്കെ ഇരുത്തി. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ, അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. Good dog. Ba. ആടി ആടി എൻ്റെ കെട്ടിയനും അതിൽ കയറിയിരുന്നായിരുന്നു. പിന്നെയാണ് മനസ്സിലായി, അവിടുത്തെ ചേച്ചി വന്നിട്ട് പറഞ്ഞു ഇത് കുട്ടികൾക്കാണ്, മുതിർന്നവർക്കല്ല എന്നുള്ളത്. അപ്പോൾ വാഴച്ചാൽ പോണവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് കുട്ടികൾക്ക് മാത്രം ഇരിക്കാനുള്ളതാണ്, വലിയവരിൽ ഇരിക്കരുത് കേട്ടോ. ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ വരുമെന്ന് പറയും. അപ്പോൾ നമ്മൾ ചമ്മി എണീറ്റ് പോകേണ്ടി വരും. വാ കൈ പിടിച്ചാ. ഇവിടെ ഞാൻ 5 മാസം ഉള്ളപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഇച്ചുമനെ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ സമ്മതിച്ചില്ല. ആ ഫോട്ടോ വൃത്തിക്ക് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. ഓമൻ്റെ കുട്ടി പോവാ 2 വർഷത്തെ മെമ്മറി എടുക്കട്ടെ അമ്മ, അമ്മ ഫോട്ടോ എടുക്കട്ടെ. ഇവിടെ നിന്നിട്ട് നീ ഇവിടെ
അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വില്ലയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സൈഡിലാണ് പൂള്. നമുക്ക് ശിവൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഈ ചേട്ടനാണ് കേട്ടോ നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് വന്ന് നിന്ന് അങ്ങനെ ഒരു കണക്ഷനിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് ആ പൂൾ, പ്രൈവറ്റ് പൂൾ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ ആകെ 2 റൂം ഉള്ളതുകൊണ്ട് നമ്മളതെല്ലാം എടുത്തത് കേട്ടോ. നമ്മൾ വേറെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ എത്തി. നമ്മൾ ചായക്ക് മറ്റേ പപ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്വേത ചായ വെച്ച് വന്നു. നമ്മൾ പപ്സൊക്കെ കഴിച്ചു. ഒരു 4 മണി പലഹാരം അവിടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ റൂമൊക്കെ അറേഞ്ച് ചെയ്തു. താഴെ 2 റൂമും മുകളിൽ 3 റൂം അങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കുഞ്ഞിമ എന്താ അവിടെ ചുമന്തി ഇങ്ങനെ കളിക്കണ്? ചുമ ഇങ്ങനെയല്ല കുഞ്ഞിട്ട് ആ കിച്ചിട്ട് ഇച്ചെന്തെങ്ങനെ കിടക്കണേ? അയ്യോ പൊളിച്ചെടുത്തടി 2 കഷ്ണാക്കി. ഇച്ചാ പണിയാണ് കാണിക്കുന്നു. എന്താ ഓ കിച്ചു സകലം നിറി ആ പുറത്തും പോയി ചേത ഉന്നിച്ച് ഓ കറക്റ്റ് ചേത വേറെ വഴി പോയി അങ്ങോട്ട് പോയി. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി മറ്റേ റോസ് ഒക്കെ പറഞ്ഞ പോലെ ചിക്കൻ ഗ്രില്ല് ഗ്രില്ലുള്ള സാധനം കഴുകിയിട്ട് വരാം ഗൈസ്. കമോൺ, അവിടെയാണ് നമ്മുടെ കിച്ചണിനൊക്കെ. അടി ഇതിപ്പോ മസാല കൂടുന്നു. ഈ പ്രവർത്തിപ്പിക്കുന്ന മിഷീന്റെ സൗണ്ട് അവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തു. പിന്നെ ചുമ്മാ ഓർഡർ ചെയ്ത് അങ്ങനെ കഴിക്കുന്നത് ഒരു രസമില്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ചിക്കനൊക്കെ മേടിപ്പിച്ച് ഗ്രില്ല് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് കൊടുത്താൽ മതി. ലിസ്റ്റും പൈസയും കൊടുക്കണം കേട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ തരും. അതാണല്ലോ അതിൻ്റെ ഒരു രസം. ഫാമിലി ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലേ രസം. അപ്പോൾ ഞങ്ങൾ മസാലയൊക്കെ പുരട്ടി വെച്ച് പൂളിൽ പോകാമെന്ന് വിചാരിച്ചു. കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേനും മസാലയൊക്കെ പിടിച്ച് പിന്നെ നമുക്ക് അങ്ങനെ ഗ്രില്ല് ചെയ്യാമെന്നുള്ള പരിപാടിയിലാണ് കേട്ടോ. സോ അങ്ങനെ റെസിപ്പിയൊന്നുമില്ല. നമ്മൾ ഗ്രില്ലിന് മസാലയും അതുപോലെ കുറച്ച് പെപ്പർ കേടൊക്കെ ഇട്ടിട്ട് ഒരു മസാല സെറ്റ് ചെയ്ത് ഞാൻ ശ്വേതയൊക്കെ കൂടെ മിക്സ് ചെയ്ത് പുരട്ടി സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് കേട്ടോ. കണക്കൊന്നുമില്ല അവിടെ റെസിപ്പി കൈപൊടി കുത്തിരിയൊക്കെ ഭയങ്കര പ്രൊഫഷണലായിട്ട് ചെയ്ത നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോകും. ഇനി ഉണ്ടായിരുന്നു ചുറ്റി കണ്ടുപിടിച്ചോണ്ടിരിക്കാൻ പറ്റി. ഓ മസാല റെഡി. ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് വരാം അതൊക്കെ. കമൺ കാച്ചി ഫ്രിഡ്ജിൽ കയറില്ലേ? ഫ്രിഡ്ജിൽ കയറില്ലേ? കുത്തി റെഡി റെഡി റെഡി
ഇച്ചുവിനെ കൊണ്ടുപോയില്ല കേട്ടോ, കാരണം ഇച്ചുവിന് നല്ല പനിയായിരുന്നു. പിന്നെ കുഞ്ഞൂസിനാണെന്നുണ്ടെങ്കിൽ അവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ മടിയാവുമെന്ന് വെച്ചാൽ അവനും കൊണ്ടുപോയില്ല. കുഞ്ഞിന് ജസ്റ്റ് കൊണ്ടുപോയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു. പിന്നെ ഞങ്ങളുടെ കഷ്ടകാലം നേരത്ത് ആ സമയത്ത് കറണ്ടും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് പൂളിൽ നിന്ന് കയറാറായപ്പോഴാണ് കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിനെ വീഡിയോ കറണ്ടില്ല ഗൈസ്. എല്ലാരും അടുത്തേക്ക് നീന്തി നീന്തി വരാൻ ഞാൻ നീന്താം, ഞാൻ പഠിച്ചു നീന്ത. രണ്ടടി നീന്തിക്കൊണ്ട് സാധി മുന്നേറുകയാണ്. ഇതിന് നല്ല രസം നീന്താനുള്ള പൂളുള്ളത്. അറിയില്ല, ഞാൻ പിന്നെ മുങ്ങിയാലോ. ഞാൻ വേണമെങ്കിൽ നീന്തി വരാം. അങ്ങനെ തന്നെ ഞങ്ങൾ പൂളിൽ നിന്ന് കയറി ഫ്രഷായി വന്നു. അപ്പോഴത്തേനും അവിടെയുള്ള ചേട്ടനാണ് കേട്ടോ ഞങ്ങൾക്ക് കനലൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അപ്പോഴേക്കും മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കുക്ക് ചെയ്താൽ മതി. അപ്പം ആ ഡ്രയറൊക്കെ വെച്ച് നല്ല തീയൊക്കെ പിടിപ്പിച്ച് തരുമായിരുന്നു കേട്ടോ.
2 പീസ് വെക്കണല്ലേ? ആ 3 വെക്കണം സാർ. 2 മതിയാ? ആ ചെറുത് പറ്റില്ല. അങ്ങോട്ട് നീക്ക, ഈ അറ്റത്ത് അങ്ങോട്ട് നീക്ക. പറ്റില്ല അല്ലേ? അങ്ങനെ ഞങ്ങൾ ഗ്രില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ ഞങ്ങൾ പാട്ട് വെച്ച് ഡാൻസായി, അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളാണ് ഇനി. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അമ്മൂനും ചിത്തനും പോകാറായി. ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവരില്ല, അവർ ഓൾറെഡി പോയി കേട്ടോ. അവരിനി UK ഇരുന്നിട്ടാണ് നമ്മുടെ ഈ വീഡിയോസൊക്കെ കാണാൻ പോണത്. സോ നെക്സ്റ്റ് ടൈം ഇനി അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അവർ വന്നിട്ടാണ് ഞങ്ങൾക്ക് ഇനി അടുത്തതൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞതാ ഞങ്ങൾക്ക് ഒരു കുഞ്ഞി റീലൊക്കെ എടുക്കാനുള്ള പരിപാടിയാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ വേണമെങ്കിൽ നോക്കാം. ഫുൾ നല്ല ഫീൽ ചെയ്യായിരുന്നു. ഒരുമിച്ച് ഇവിടെ നോക്ക്, സ്വന്തമായിട്ടുള്ള കാണിക്കല് മാത്രമല്ല, ഇത് ഞങ്ങൾ ശരിക്കും തേപ്പിക്കണം അല്ലേ ചുമ്മാ? കടിക്കല് തേക്കടി. അവിടെ അച്ഛൻ കുഞ്ഞിമ്മ ചേച്ചിമ്മന്റെ സ്വത്തുമ്മ ചൂണ്ടടി കോത കുഞ്ഞോണം അങ്ങെടുക്കാൻ മേക്കപ്പ് ചിച്ചോണം അങ്ങെടുക്കുക. അവിടെ കേട്ടാ ചേതയുടെ മേക്കപ്പാണ് കൂട്ടിവിടെ എങ്ങടല്ലേ മൂട്ടിയേട്ടാണ് കേട്ടോ. അത് അല്ല കിടക്ക് ഉണങ്ങട്ടെ എന്താണ് അടുത്ത ഡെസ്റ്റിനേഷൻ എങ്ങടാ നീരാജ്? അത് കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾക്ക് ഏകദേശം ചെക്കൗട്ടിൻ്റെ സമയമായി കേട്ടോ. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പോയത് മലക്കപ്പാറ വാൽപ്പാറ ഭാഗമാണ്. ഡാമിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ, ഷോളയാർ ഡാം. അവിടെയായിരുന്നു എൻ്റെയും നന്ദുവിൻ്റെയും പോസ്റ്റ് വെഡ്ഡിങ്, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഷൂട്ട്. ആ ഡാമിൻ്റെ അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിപ്പോയിട്ടൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയപ്പോൾ ഒരു മെമ്മറി ആയിരുന്നു, ഒരു 6 വർഷം മുന്നത്തെ ഓർമ്മകളൊക്കെ ഞങ്ങൾ അയവിറക്കിയായിരുന്നു. അങ്ങനെ ദൈച്ചുവിനെയും കുഞ്ഞിനെയൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങുകയാണ്. ടെമ്പറേച്ചർ നോക്കുക, ഇച്ചുവിന് എവിടെ പനി ഉണ്ടോ നോക്കിയേ, ഇത് വെക്കി പനി നോക്കിയേ
ഇവിടെ 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 വെക്കുക. അവിടെ ഇവിടെ 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 പനി നോക്ക്. ഇഷ്ടല്ല ടെമ്പറേച്ചർ നോക്കുന്നത്. നേരം വരെ കറണ്ട് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വന്നുള്ളൂ. പോണ ടൈം വലിക്ക്. ഇതെന്റെ ഡ്രസ്. നാരങ്ങയോ? ഞങ്ങള് വന്നപ്പോ റൂം കാണിച്ചില്ല, മറന്നുപോയി. അച്ചി അവിടുത്തെ റൂംസും അതുപോലെ സർവീസും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാ ചേട്ടൻ വിളിച്ചുകൊണ്ടിട്ട് കാണിച്ചെന്താ ഒരു ചെടിയിൽ മാത്രം ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. നമ്മളതുപോലെ റൂമിൻ്റെ വില്ലയുടെ താഴെ നിൽക്കുമ്പം കുറേ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ കാണിച്ചെന്താണ് ഇത് എന്തോ ഒരു പ്രത്യേകതയുള്ള ചെടി അത്ര, ഇതിൽ മാത്രമാണ് ഇങ്ങനെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഇങ്ങനെ പറന്ന് നടക്കും. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. പിള്ളേർക്കുള്ള ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചു. നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അമ്മുവും കുഞ്ഞൂസും ജിത്തുമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ചെക്കൗട്ടിൻ്റെ സമയമൊക്കെ ആയി. ഞങ്ങളിനി ഒരു പ്രാവശ്യം കൂടെ ഇങ്ങോട്ട് പോകാനൊരു ചെറിയ പ്ലാൻ ഉണ്ട് കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല രസമായിരുന്നു അവിടെ പോയിട്ട്. സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ലഗേജുകൾ റെഡി. ആരെ പാട്ട് പാടണോടെ? ആടാട് പാടിയ കാണാം കാണാം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഷോളയാർ ഡാമിലേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പം അവിടെ പോയിട്ടാണ് ലഞ്ചൊക്കെ കഴിച്ചത്. ഏകദേശം ലഞ്ച് കഴിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് മീൽസൊക്കെ മേടിച്ച് കഴിച്ചു. മീൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീൽസ്, ഫിഷ് ഫ്രൈ, അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോഴത്തേനും മഴ പെയ്ത് തുടങ്ങി. അപ്പോൾ ഡാമിലേക്കായിട്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല, കാരണം മഴ മാത്രമല്ല നല്ല ഇടിവെട്ടുണ്ടായിരുന്നു. അതിൽ ജിത്തൊക്കെ കുട പിടിച്ച് പോയിട്ട് കയ്യിലേക്ക് ചെറിയൊരു എന്താ പറയുക ഷോക്ക് അടിച്ച പോലെ ഫീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. കാരണം നല്ല വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ പോസ്റ്റ് വെഡ്ഡിങ്ങൊക്കെ അങ്ങനെ ആലോചിച്ച് കുറച്ച് നേരം ഞങ്ങളിങ്ങനെ ഓർമ്മകളൊക്കെ അയവറക്കി ഇവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ദേ കുഞ്ഞൊക്കെ കണ്ടോ കൈ പുറത്തിട്ടിട്ട് മഴ അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇച്ചിൻ്റെ ലഞ്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹായ് പറയും ചോറിന് ഇല്ലല്ലോ. കപ്പത്തില്ലേ കപ്പത്തില്ലടി കപ്പത്തില്ലടി ഇല്ലടി നല്ല മഴ. ചാപ്പയാണ് എവിടെയാണ് കളിക്ക് ഡാൻസ് കളിക്ക് കളിക്ക്. അത് കുഴപ്പമില്ല. നിനക്ക് പക്ഷെ മുടിന്റെ ഇടക്ക് കൊടുത്തിട്ട് രണ്ട് കൊമ്പ് പോലെ. അയ്യോ ഇറങ്ങാം. ആ സിമ്പിൾ. ഇതേ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. അതെടുത്ത് കളയില്ല, അതങ്ങനെ പിടിക്കും. നോക്കട്ടെ കുഞ്ഞി നോക്കട്ടെ. പിന്നെ നല്ല ഭംഗിയുണ്ട്. ഓ മഴയത്ത് ഫോട്ടോഗ്രാഫി. നോക്കട്ടാ കാണിച്ചാടാ. ഓ എന്റെ ആരും എടുത്തന്നില്ല. എനിക്ക് നേരത്തെ കിട്ടിയില്ല. ഓടിക്കഴിഞ്ഞ നോക്കട്ടെ നന്നായിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ജിത്ത് പോയി. കറങ്ങ് കറങ്ങുമ്പോ എന്തെങ്കിലും കിട്ടും. കറങ്ങടി വെറുതെ
അങ്ങനെ എവിടെയോ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ വന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. മഴ കാരണം എല്ലാവർക്കും അങ്ങനെ ഇറങ്ങി എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അവിടം വരെ പോയിട്ട് ഫാമിലിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് മഴയത്താണെങ്കിലും ഞങ്ങളൊരു 3-4 ഫോട്ടോസ് എടുത്തിട്ട് പോകുന്നു കേട്ടോ. ഇനി പ്രത്യേകിച്ച് കലാപരിപാടിയൊന്നുമില്ല. കുഞ്ഞിനെയും അമൽ അതുപോലെ റീനമ്മേനെയൊക്കെ അവിടെ ആനന്ദപുരത്ത് വീട്ടിലിറക്കി. കാരണം പിറ്റേ ദിവസം വർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഓരോരുത്തർ വീട്ടിലിറങ്ങി. അങ്ങനെ ആനന്ദപുരത്ത് ഇപ്പോൾ റീനമ്മയും അമലും കുഞ്ഞിയും അതുപോലെ കിച്ചൂസൊക്കെ ഇറങ്ങി കേട്ടോ. ഇനി അമ്മുവും ജിത്തു അച്ഛനമ്മ അവരിറക്കിയിട്ട് ഞങ്ങൾ ചെറുവാൾ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പിറ്റേ ദിവസം വർക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. കുഞ്ഞുസൊക്കെ പോയില്ലേ? ബായ് കുഞ്ഞുച്ച് മമ്മി പോട്ടെ, മമ്മി പോട്ടെ. ബൈ പറഞ്ഞ മമ്മിയോട്. ലേറ്റർ മാത്രമല്ല. പെറ്റി കൊണ്ട് പോടാ. അപ്പൊ ടാറ്റ, ഗുഡ് നൈറ്റ്. അമ്മ ബായ്. നാളെ കാണാം. നാളെ വരുന്നൊക്കെ. ജിത്തു ബായ്. നാളെ കാണാന്നൊക്കെ. ചുമ്മാ വീടെത്തിന്ന് പറഞ്ഞേ. വീടെത്തി അഭ്യാസങ്ങൾ കണ്ടോ? കുഞ്ഞിനെ അവിടെ ഇറക്കി കേട്ടോ. കാരണം നാളെ എനിക്കും ശ്വതിക്കും പോക്കുണ്ട്. അപ്പൊ കുഞ്ഞിനെ അവിടെ ഇറക്കി. ഇതിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. കുഞ്ഞിമാനൊക്കെ. അങ്ങനെ ഞങ്ങൾ വീടെത്തി ഗൈസ്. വീടെത്തി ശുചീപ്പില് വാടി പൊന്നുവാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ. സോ നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വിശേഷമായിട്ട് വരാം. വ്ളോഗ് ഇടാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്യാം. കുറച്ച് തിരക്കായതുകൊണ്ടാണ് പറ്റാത്തത്. എന്നാലും നമുക്ക് മാക്സിമം നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.